യേശുവിൽ വന്ന് കഴിഞ്ഞ് നമ്മൾ യേശുവിൽ വന്ന് കഴിഞ്ഞു. നമ്മൾ ഇന്ന് യേശുവില. ഇന്ന് പറയണം, ഞാൻ യേശു ക്രിസ്തുവിനകത്ത വസിക്കുന്നത്. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ യേശുവിൻ്റെ വകയാ. വിളിച്ചു പറയണം. വായും കൊണ്ട് പലവരും വിളിച്ചു പറയും, ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ യേശു എന്നൊക്കെ പറയും. പക്ഷേ പല വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പം ഇതേ വായും കൊണ്ട് ഞാൻ യേശുവിൽ വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ വകയാ എന്ന് പറഞ്ഞ് അതേ ആൾക്കാര് പ്രതിസന്ധികളിലും വിഷയങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പം അവർ പറയും, അയ്യോ ഒക്കെ കടന്നു പോകുമ്പം അവർ പറയും, അയ്യോ പിശാച് എന്നെ പിടിച്ചിരിക്കുക. അല്ലെങ്കിൽ അവർ പറയും, ദൈവത്തിന് എന്നോട് എന്നെക്കുറിച്ചൊരു അറിവുമില്ല. അല്ലെങ്കിൽ അവർ പറയും, ഷോ എൻ്റെ, അല്ലെങ്കിൽ അവരിങ്ങനെ സങ്കീർത്തനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് ദൈവമേ എന്നോട് നീ ക്ഷമിക്കണമേ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം അറിയണം, നമ്മളൊരു തെറ്റ് ചെയ്താൽ അന്നേരം കർത്താവുമായിട്ട് രമ്യപ്പെടണം. അന്നേരം കർത്താവുമായിട്ട് പറയണം, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. പേടിയുണ്ടോ? കർത്താവിനോട്, എൻ്റെ ഉള്ളിൽ പേടിയുണ്ട്, എനിക്ക് ഭയമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ഇന്ന കാര്യം എനിക്ക് തീരുമാനിക്കാൻ അറിയത്തില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കർത്താവിനോട് തുറന്നു പറയണം. ഹല്ലേലൂയ. എന്തിനാ അത് കർത്താവിനോട് പറയുന്നത്? പ്രാർത്ഥനയിൽ കർത്താവിനോട് പറയണം. അല്ലാതെ വഴി നടന്നു പോകുന്നിടത്തൊക്കെ എനിക്ക് പേടിയുണ്ട്, എനിക്ക് വിഷമമുണ്ട്, കർത്താവിനോട് പറയണം, കർത്താവ് എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്. പക്ഷേ അവിടെ തന്നെ വായും കൊണ്ട് പറയണം, പക്ഷേ കർത്താവ് എനിക്ക് ഭയമില്ല, എനിക്ക് നിരാശയില്ല. എന്താന്ന് വെച്ചാൽ എൻ്റെ അകത്തുള്ള ആ നിരാശയെ മാറ്റുന്നവനെ അങ്ങ്. എനിക്ക് ഭയമില്ല, എന്താന്ന് വെച്ചാൽ എനിക്ക് മറുപടി നൽകുന്നവനാ അങ്ങ്. എനിക്ക് പേടിയില്ല, എൻ്റെ കൂടെ നടക്കുന്നവനാ അങ്ങ്. എനിക്ക് പേടിയില്ല, എൻ്റെ കൂടെ നടക്കുന്നവനാ അങ്ങ്. കണ്ടോ, ഉറപ്പിക്കുക. പക്ഷെ നമ്മള് പഴയ നിയമത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയി. കർത്താവിന്റെ വചനം പറയുന്നു, പഴയതിലേക്ക് മടങ്ങി പോകല്ലേ. ചിലവര് പഴയതിലേക്ക് മടങ്ങി പോന്നു. എന്താ പഴയതിലേക്ക് മടങ്ങിപ്പോയി? ചിലവര് പറയും, എൻ്റെ അന്നത്തെ അപ്പന്റെ അപ്പൂപ്പന്റെ ഒക്കെ കിടക്കുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ അന്നത്തെ വിഷയം കിടക്കുന്നത് കൊണ്ടാ, അത് ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത്. തിരുവചനം 2 കൊരിന്ത്യർ 5:17 പറയുന്നത്, പഴയതെല്ലാം മാറിപ്പോയി. ദി ഓൾഡ് ഇസ് ഗോൺ ആൻഡ് ദി ന്യൂ ഹാസ് കം. പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാ പറയുന്നത്. ക്രിസ്തു, എനിവൺ ഹു ബിലോങ്സ് ടു ക്രൈസ്റ്റ് ഹാസ് ബിക്കം എ ന്യൂ പേഴ്സൺ. ദ ഓൾഡ് ഇസ് ഗോൺ, എ ന്യൂ ലൈഫ് ഹാസ് ബിഗൺ. കണ്ടോ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയതായി, അവന്റെ സകലതും പുതിയതായി, ഇനിയും പഴയതൊന്നുമില്ല. ഇന്ന് വിളിച്ചു പറയണം, എൻ്റെ ഉള്ളിൽ ഇനിയും പഴയതൊന്നുമില്ല, ഞാനൊരു പുതിയ വ്യക്തിയായി. ഒരു വ്യക്തിയോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് ഇനിയും പഴയതില്ല. നിങ്ങളുടെ പഴയ പാപം, പഴയ ശാപം, പഴയ വിഷയങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. അതിനൊന്നും ഇനി നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് ധൈര്യത്തോടെ പറയണം, ഞാൻ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാ. ക്രിസ്തു എൻ്റെ രക്ഷകനാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാ. ക്രിസ്തു എൻ്റെ രക്ഷകനാണ്, ക്രിസ്തു എൻ്റെ ദൈവമാണ് എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പാപങ്ങൾ സകലതും ഞാൻ ഉപേക്ഷിക്കുന്നു, ഞാൻ ഇനി ക്രിസ്തുവിൻ്റെ ആണ് എന്നൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതേ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. ഇത് സത്യമായത് കൊണ്ടാണ് യേശു കർത്താവ് കാൽവരി ക്രൂശില് കിടന്നപ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ 19 അധ്യായത്തിനകത്ത് അത് ആ വാക്യം കൊടുത്തിരിക്കുക അല്ലെ, 19:30. യേശു നമുക്കൊക്കെ വേണ്ടിയാ യേശു പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇത് പൂർത്തിയായിട്ടാ യേശു കാൽവരി ക്രൂശിൽ പെടഞ്ഞു മരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്താ ഫിനിഷ് ആക്കിയത്? നിങ്ങളുടെയും എൻ്റെയും സകലരുടെയും, ഈ ലോകത്തിന്റെ മൊത്തം, തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും പാപം കൊണ്ടാ താൻ അവിടെ മരിച്ചത്. അല്ലേ, ഈ ലോകത്തിന്റെ സകലത, അതാ സ്നാപയോഹന്നാൻ പറഞ്ഞത്. അല്ലേ, ഈ ലോകത്തിന്റെ സകലത, അതാ സ്നാപയോഹന്നാൻ പറഞ്ഞത്, ദേ പോകുന്നു ഈ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപം മൊത്തം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദേണ്ടു പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെ ശാപത്തിന്റെയും പാരമ്പര്യ
ദാരിദ്ര്യത്തിൻ്റെയും സകല കെട്ടിൻ്റെയും സകലതും യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചിട്ട് താൻ കാൽവരി ക്രൂശിൽ അതും കൊണ്ട് കയറി. ഇനിയും നമ്മൾ ഓരോരുത്തരും ഇനിയും ഇനി എൻ്റെ അകത്ത് പാവമുണ്ട്, ഇനി എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പൻ്റെയും ഇനി എൻ്റെ അകത്ത് പാവമുണ്ട്, ഇനി എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പൻ്റെയും ശാപം ഇനിയും എൻ്റെ മേൽ കിടപ്പുണ്ട്, ഇനി ഞാൻ അതിന് പരിഹാരം ചെയ്യണം, അതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഇനിയും വേറെ ഒരു 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 യാഗമില്ലെന്ന ഹെബ്രായരുടെ ലേഖനം പറയുന്നത്. ഇനിയും വേഗം കഴുകി മാറ്റാൻ, നമ്മുടെ ശാപങ്ങൾ നീക്കാൻ ഇനിയും ക്രിസ്തു അല്ലാതെ വേറൊരു യാഗമില്ല. ക്രിസ്തുവിൽ വന്ന ഓരോരുത്തരോടും താണ് ഞാൻ പറയട്ടെ, സ്തോത്രം. എവിടെങ്കിലും ആരെങ്കിലും പറയുക, പ്രാർത്ഥിച്ചിട്ട് പറയുക, അയ്യോ നിങ്ങളുടെ മേൽ ഇനിയും കിടപ്പുണ്ട്, നിങ്ങളുടെ അപ്പന്റെ ശാപം നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്, നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്, ആ വ്യക്തിയോട് തിരിഞ്ഞിട്ട് പറയണം, ഇല്ല ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിന്റെ വകയാ, ഇനി എൻ്റെ അപ്പന്റെയും അമ്മയുടെയും ശാപവും പാപവും ഇനി എന്നെ തൊടാൻ പറ്റത്തില്ല, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ദേ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5:17 പറയുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ദേ ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. ഒരു വ്യക്തി സ്നാനപ്പെട്ടോ, ആ സ്നാനപ്പെട്ട വ്യക്തിയോട് ഞാൻ പറയട്ടെ, ഇനി നിങ്ങളെ ക്രിസ്തു പൊതിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു പ്രാക്കും ഒരു ശാപവും ഒരു പാപവും ഒന്നും നിങ്ങളുടെ 7 അയലോക്കത്ത് വരാൻ പറ്റത്തില്ല. സ്തോത്രം. അതിനൊന്നും നിങ്ങളെ തോപ്പിക്കാനോ കീഴ്പ്പെടുത്താനോ പറ്റത്തില്ല. എന്താ, ഇന്ന് പിശാച് നോക്കുമ്പോൾ നിങ്ങളെ കാണത്തില്ല, പക്ഷെ നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന യേശുവിന്റെ രക്തം മാത്രമേ കാണത്തുള്ളൂ. കർത്താവിന്റെ രക്തം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് യേശു എൻ്റെ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായും കൊണ്ട് പറഞ്ഞ് ഓരോരുത്തരെയും, ഹല്ലേലൂയ, ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ക്രിസ്തുവിന് ഉത്തരവാദിത്വമുണ്ട്. ഇനി നിങ്ങളുടെ പാപവും ശാപവും തുറന്നു വെച്ചിട്ട് എൻ്റെ പാപം മാറ്റണം, എൻ്റെ ശാപം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അല്ലേ, ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാനാ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ 35-ാം സങ്കീർത്തനം വായിച്ചിട്ട് എൻ്റെ കർത്താവേ അവരുടെ മേൽ നീ അനീതി വരുത്തണമേ എന്ന് പറയാൻ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ അത് പറയാൻ അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് കർത്താവ് പറയുന്ന സ്നേഹിക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. ലവ് യുവർ എനിമീസ്. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് പറയുന്നു, നിങ്ങളോട് പ്രതികാരം ചെയ്തവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ. അവരെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വർഷത്തിനകത്ത് തലയും കൊടുത്ത് നിങ്ങൾ പറയുന്ന ഒക്കെ ഞാൻ ചെയ്യാമെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവരെ ഓർക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിനകത്ത് വൈരാഗ്യം വരല്. പകരം നിങ്ങളുടെ ഉള്ളിനകത്ത് കർത്താവെ അവരെ അങ്ങ് അനുഗ്രഹിച്ചേക്ക്, എനിക്ക് അവരോട് ദേഷ്യമില്ല, പകയില്ല, വെറുപ്പില്ല. അല്ലെ, എൻ്റെ അനുഗ്രഹമൊന്നും എനിക്ക് തടസ്സപ്പെടാൻ താല്പര്യമില്ല. കർത്താവിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, all praise to God. 1 പത്രോസ് 1:3, 1 Peter chapter 1 verse number 3. All praise to Jesus, to God, the Father of our Lord Jesus Christ. It is by his great mercy that you have been born again, because God raised Jesus Christ from the dead. Now we live with great expectation. കണ്ടോ, അതെനിക്കൊന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അത് കറങ്ങി തിരിഞ്ഞു മറിഞ്ഞും ഒക്കെ പോകും. പക്ഷെ വചനം ഇങ്ങനെയാ കിടക്കുന്നത്, പിതാവായ ദൈവത്തിന് സകല മഹത്വം. ആർക്ക്? യേശു കർത്താവിന്റെ പിതാവായ സകല മഹത്വവും സകല സ്തോത്രവും എന്താണ്? അവന്റെ മഹാകരുണയാൽ നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നു. എങ്ങനെയാ നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചത്? വാക്യം അവിടെ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, ക്രിസ്തു യേശു മരിച്ചവരിൽ നിന്ന് പുനരുദ്ധരിച്ചതിനാൽ നമ്മൾ ഓരോരുത്തരും അവന്റെ മഹാകരുണയാൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ, ക്രിസ്തുവേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയാ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ദേ ഇതാ പുതിയതിലാ ഞാൻ ജീവിക്കുന്നത്. ഇന്ന് വിളിച്ചു പറയണം, ഞാൻ പുതുക്കത്തിലാ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ അകത്ത് പഴയതില്ല,
എൻ്റെ പഴയ പാപം, ശാപം, പാരമ്പര്യം, കെട്ട്, ബന്ധനം ഒന്നുമില്ല. ഇന്ന് ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം അത് എന്നേക്കുമായി ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയാ. ഇന്ന് പുതിയ സൃഷ്ടി ആയതുകൊണ്ട് കർത്താവിന്റെ വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിക്ക് ഇന്ന് വിളിച്ചു പറയണം, സകലതും പുതിയത് ആയിത്തീരും. ഹല്ലേലൂയ. ആയിത്തീരും. ഹല്ലേലൂയ. സകലതും പുതിയതായിത്തീരും. പുതിയ വഴികള്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ വാതിലുകള്, സകലതും പുതിയതായിത്തീരും. ഹല്ലേലൂയ. സകലത്തിനും പുതുക്കം വരും. കുടുംബ ജീവിതത്തിനകത്ത് പുതുക്കം വരുമെന്നേ. മക്കളുടെ ജീവിതത്തിനകത്ത് പുതുക്കം വരും. അല്ലെ, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ അകത്ത് പുതുക്കം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ അകത്ത് പുതുക്കം ഉണ്ടായേ പറ്റൂ. എന്താണെന്നറിയോ? നിങ്ങളൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. എന്നിട്ട് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം, ആ വാക്യം ഒന്ന് മലയാളത്തിൽ വായിച്ചു കേൾക്കാം. 1 Peter chapter 1 verse number 2. ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന് ശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിക്കുവാനും ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായ അതിനകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, God the Father knew you and chose you long ago and his spirit has made you. കിടക്കുന്ന 2-ാം വാക്യം, പിതാവായ ദൈവം നിങ്ങളെ മുന്നറിഞ്ഞു, നിങ്ങളെ മുന്നമേ തെരഞ്ഞെടുത്തു, എന്നിട്ട് അവന്റെ അവന്റെ ആത്മാവ് നിങ്ങളെ വിശുദ്ധീകരിച്ചു. അല്ലെ, അങ്ങനെ ഒരു വാക്യം അതിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തിന്റെ മുന്നറിവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 2-ാം വാക്യം എനിക്കറിയില്ല, മലയാളത്തിൽ കാണത്തില്ലായിരിക്കും. 1 പത്രോസ് 1:2. God the Father knew you. കണ്ടോ? പിതാവായ ദൈവം നിങ്ങളെ മുന്നമേ അറിഞ്ഞു. And chose you long. തെരഞ്ഞെടുത്തു. And his spirit has made you holy. അവന്റെ ആത്മാവോ നിങ്ങളെ വിശുദ്ധരാക്കി. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയണം, പിതാവായ ദൈവം എന്നെ മുന്നറിഞ്ഞതാ. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാണെന്ന് ദൈവത്തിന് എന്നെ അറിയാമെന്നേ. എന്നെ അറിഞ്ഞോണ്ടാ എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ കള്ളം പറയുമെന്നറിയാം, ഞാൻ ഓടിയാം, ഞാൻ തെറ്റിപ്പോകുമെന്നറിയാം, ഞാൻ കരയുമെന്നറിയാം, നിലവിളിക്കുമെന്നറിയാം, ബലമില്ലാത്തതാകുമെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞോണ്ടാണെന്നേ എന്നെ തെരഞ്ഞെടുത്തത്. വേറൊരാൾ വന്നിട്ട് എന്നോട് പറയണ്ട, ദേ നിന്റെ അകത്ത് ഇതൊക്കെ ഉണ്ടെന്ന്. യേശു എന്നെ നോക്കിയിട്ട് പറയുന്നില്ല നീ ഇങ്ങനത്തെ വ്യക്തിയാണെന്ന്. പിന്നെ പുറമേ ഉള്ളവര് പറയാൻ ആരാ? ഹല്ലേലൂയ. ക്രിസ്തുവിലായാൽ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം തന്നെ, ഹല്ലേലൂയ, അതിന്റെ 5-ാം വാക്യം പറയുന്നു, ആൻഡ് ത്രൂ യുവർ ഫെയ്ത്ത് ഗോഡ് ഇസ് പ്രൊട്ടക്ടിങ് യു ബൈ ഹിസ് പവർ. നിന്റെ വിശ്വാസത്താൽ ദൈവം നിന്നെ അവന്റെ ശക്തിയാൽ നിന്നെ സുരക്ഷിതരാക്കി വെക്കുക. എന്തിനാ സുരക്ഷിതരാക്കി വെക്കുന്നേ? നമ്മളെ ഓരോരുത്തരെയും പ്രിസർവ് ചെയ്ത് വെക്കുക, നമ്മൾ പാപത്തിന് അടിമപ്പെട്ടു പോകാതിരിക്കാൻ. അല്ലയോ, ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞ് വചനമൊക്കെ കേട്ട് കഴിഞ്ഞ് ചിലപ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യത്തിന്റെ സ്വഭാവം. അല്ലെ, അത് മനുഷ്യരായതുകൊണ്ട് അങ്ങനെ വരുന്നതാ. പക്ഷെ ഇന്നൊന്ന് നോക്കിയാൽ, അവരവരെ തന്നെ ഒന്ന് നോക്കിയാൽ ശ്രദ്ധിച്ചിട്ടില്ലേ, പണ്ടൊക്കെ ദേഷ്യപ്പെടുന്ന അത്രയൊന്നും ദേഷ്യമില്ല എന്ന്. അല്ലെ, ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? ദേഷ്യം വരുമ്പോ പെട്ടെന്ന് ഉള്ളിൽ അറിയാം ദേഷ്യം വരുന്നു, ദേഷ്യം ഉണ്ടാവുന്നില്ലേ, എന്നിട്ട് അതിനെ ഒതുക്കാൻ പറ്റുന്നില്ലേ? അവിടെ പെട്ടെന്ന് യേശു എന്നെ സഹായിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ ഒന്ന് ബലപ്പെടുത്തണം എന്ന് പറയാൻ സാധിക്കുന്നില്ലേ? ഇതാണെന്നേ ക്രിസ്തു നമ്മളെ പുതിയ സൃഷ്ടിയാക്കിയതിന്റെ മാറ്റങ്ങള്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഒരു ഉറപ്പ് പറയാം, നമ്മളെ വിളിച്ചിരിക്കുന്ന തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ. എന്നെ രക്ഷപ്പെടുത്തിയത് കർത്താവാ, ഞാൻ രക്ഷപ്പെട്ട വ്യക്തിയാ. ഇനിയും ഞാൻ എന്നെ രക്ഷപ്പെടുത്തണമേ, എന്നെ ഒന്ന് സഹായിക്കണേ, എന്റെ പാപം ഒന്ന് കഴുകണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. സ്തോത്രം. സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പം ചില വാക്യങ്ങളൊക്കെ ഭയങ്കര സുഖം തോന്നും. അന്നേരം പറയും, അയ്യോ ഇതെന്റെ അവസ്ഥയാണല്ലോ, ഇനി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. പക്ഷേ പഴയതിനകത്ത് ഇനിയും പോകാതെ ഇരിക്കാൻ സൂക്ഷിക്കണം. ഇനിയും വിളിച്ചു പറയേണ്ടത്, ഞാൻ രക്ഷപ്പെട്ട വ്യക്തിയാ, ഞാൻ ക്രിസ്തുവിൽ പുതുക്കമുള്ള പാപവും എന്റെ സകല
കെട്ടും ബന്ധനവും അഴിച്ചതാ കർത്താവ്. ഇനി എൻ്റെ മേൽ കെട്ടില്ല, ഇനി എൻ്റെ മേൽ ബന്ധനമില്ല, ഇനി എൻ്റെ മേൽ ശാപത്തിന് ഇരിക്കാൻ ഇടമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ അടിമനുഖത്തിൽ എന്നെ തന്നെ ഒതുക്കി അതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവന്റെ മഹാകരുണയാൽ വീണ്ടും ജനിച്ചു എന്ന്. അല്ലെ, അപ്പൊ ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാ. എന്നും അവനവനെ നോക്കിയിട്ട് പറയണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ, ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാ, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിയാ. വിളിച്ചു പറയണം, വായും കൊണ്ട് വിളിച്ചു പറയണം, എന്റെ വ്യക്തിയാ. വിളിച്ചു പറയണം, വായും കൊണ്ട് വിളിച്ചു പറയണം, എൻ്റെ കുടുംബത്തിന്റെ സകല ശാപവും ക്രിസ്തുവേശുവിലൂടെ പൊട്ടി മാറിപ്പോയി. ഇനി ആ ശാപത്തിനും പാപത്തിനും എൻ്റെ മേൽ ഇടമില്ല. എസക്കിയേലിന്റെ പ്രവചന പുസ്തകം ഹല്ലേലൂയ അതിന്റെ 18-ാം വാക്യം, സ്തോത്രം, അതിനകത്ത് 18-ാം അധ്യായം, എസക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 21, 22 വാക്യങ്ങള്. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്നാൽ ദുഷ്ടൻ തന്റെ സകല പാപത്തെയും തിരിഞ്ഞ് ചട്ടങ്ങളെ ഒക്കെയും പ്രമാണിച്ചു നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ, എന്റെ ചട്ടങ്ങളെയൊക്കെ പ്രമാണിച്ച് നീതിയും ന്യായവും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ ആരും പറയല്ലോ കേട്ടോ, എന്നാലും ഞാൻ എങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, എന്നാ ഇനി ഞാൻ അനീതിയുള്ള വ്യക്തിനോ. നിങ്ങൾ നീതീകരിക്കപ്പെട്ടതാ ക്രിസ്തു യേശുവിന്റെ. നമ്മൾ ഓരോരുത്തരും നീതീകരിച്ച വ്യക്തികളാ. ആ ബോധ്യത്തിൽ നടക്കണം. അതാണ് നമുക്ക് ധൈര്യം തരുന്നത്. ഹെബ്രായരുടെ ലേഖനം പറയുന്നു, ഞാൻ ധൈര്യത്തോടെ എനിക്ക് കൃപാസന്നിധിയിൽ കയറി ചെല്ലുവാൻ. കണ്ടോ, എനിക്ക് ആ ധൈര്യം എവിടുന്നാ വന്നത്? ഞാൻ വിശ്വസിച്ചു. യേശുവിലേക്ക് ഞാൻ തിരിഞ്ഞപ്പം, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പം, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പം എൻ്റെ സകല പാപങ്ങളും ക്രിസ്തുവേശു ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. യേശു ക്രിസ്തുവിന്റെ നീതി എന്ത് ചെയ്തു? എന്നെ നീതീകരിച്ചു. റോമരുടെ ലേഖനം 5-ാം അധ്യായം പഠിക്കണം. ആദമിന്റെ പാപം സകലരുടെ മേലും പാപം കൊണ്ടുവന്നു, പക്ഷേ ഒരുവന്റെ അനുസരണ നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ അനുഗ്രഹം കൊണ്ടുവന്നു. കണ്ടോ, യേശു ക്രിസ്തു അനുസരിച്ചത് കൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ അനുഗ്രഹം വന്നു. ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ, ഞാൻ നീതിയുള്ള വ്യക്തിയാ. എന്നൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. എൻ്റെ മേൽ ക്രിസ്തുവിന്റെ നീതി കിടപ്പുണ്ട്. അല്ല, മനുഷ്യയുമല്ല, എൻ്റെ നീതിയാൽ ഞാൻ സ്വർഗത്തിൽ കയറത്തില്ല. പക്ഷെ ക്രിസ്തു യേശുവിന്റെ നീതീകരണം മൂലം ഞാൻ നീതിയുള്ള വ്യക്തിയാ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. ഇനി വായിച്ച് എസെക്കിയേൽ 18. അതിന്റെ 21 കംപ്ലീറ്റ്ലി. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെ ഒക്കെ ജീവിച്ചു. കണ്ടോ, അവൻ മരിക്കത്തില്ല, അവൻ ജീവിക്കും. അതാണ് 2 കൊരിന്ത്യർ 5:17 പറഞ്ഞത്, ദേ പഴയതെല്ലാം കഴിഞ്ഞുപോയി, ദേ പുതിയത് വന്നു. ഞാനൊരു പുതുക്കമുള്ള വ്യക്തിയാ. കണ്ട വചനം പറയുന്നത്, അതെല്ലാം പാപമെല്ലാം മാഞ്ഞു പോയിട്ട് ആ വ്യക്തി ജീവിക്കും എന്ന് പറഞ്ഞാൽ, ഭൂമിയിലിരിക്കുമ്പോൾ ക്രിസ്തുവേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാ വസിക്കുന്നേ. ഓ ഹല്ലേലൂയ, എന്നൊന്ന് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിലാ വസിക്കുന്നേ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഞാൻ സ്വർഗത്തിലാ വസിക്കുന്നേ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ 22-ാം വാക്യം ഇതാണേ, ഭയങ്കര ധൈര്യം തരുന്ന ഒരു വാക്യം. 22-ാം വാക്യം, അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല. ഒന്നിനെ പോലും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു അതിക്രമം പോലും അവന്റെ എതിരെ കണക്കെടുത്തില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. അവൻ ചെയ്ത, അപ്പം പഴയ നിയമത്തിൽ അവൻ ചെയ്ത നീതിയാൽ, പുതിയ നിയമത്തിൽ വരുമ്പോൾ ഞാനൊന്നും ചെയ്യണ്ട, ഞാൻ വിശ്വസിച്ചാൽ മതി. ക്രിസ്തു ചെയ്തത് മൂലം ഞാൻ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. ഇത് നമ്മൾ ഓരോരുത്തരും നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. പരമയാഗമല്ലാതെ വേറെ ഒന്നുമില്ല നമ്മളെ രക്ഷപ്പെടുത്തുവാൻ. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ കയറി ചെല്ലണോ? ക്രിസ്തുവിന്റെ പരമയാഗത്താൽ അത്രേ നാം കയറി ചെല്ലുന്നേ. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അവന്റെ രക്തം, നമ്മളുടെ ക്രിസ്തുവിന്റെ രക്തം, നമ്മളുടെ കോൺഷ്യൻസ്, നമ്മളുടെ പാപബോധങ്ങളുടെ മേല് തളിക്കപ്പെട്ടിട്ട് ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ടു. ഹെബ്രായരുടെ ലേഖനം 10-ന്റെ
22 വാക്യമാ. ഇതെന്താ ചെയ്യുന്നേ? ഇത് നമുക്ക് ധൈര്യം തരുന്നു. എൻ്റെ ചിന്തകൾ പോലും യേശുവിൻ്റെ രക്തം കഴുകി ശുദ്ധീകരിച്ചു. ഓ ഹല്ലേലൂയ! എൻ്റെ പാപങ്ങളെല്ലാം കഴുകി മാറി. ഞാൻ യേശുവിൽ വിശ്വസിച്ച്, യേശുവേ എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, എനിക്കിനിയും പാപം വ്യക്തി ജീവിക്കേണ്ട, എനിക്ക് ശുദ്ധമായി, എനിക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപമെല്ലാം മാറിപ്പോയി. എന്നിട്ട് തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മളുടെ മേലിട്ടിട്ട് നമ്മൾക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഉള്ള ശക്തി തരുക. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, നിങ്ങളുടെ മേൽ പാപമില്ല, നിങ്ങളുടെ മേൽ ശാപമില്ല. നിങ്ങളുടെ അപ്പനും അമ്മയും ബന്ധുക്കളും അപ്പനും അമ്മയും കൂടപ്പറപ്പുകളും ഒക്കെ എത്ര പേരും ക്രിസ്തുവിലാകാത്തവർക്കൊക്കെ പ്രാന്തോ ക്യാൻസറോ എന്ത് വേണേലും വന്നോട്ട്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിലാണോ, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് അതിനെ ബ്രേക്ക് ചെയ്യും. ഹല്ലേലൂയ! ക്രിസ്തുവിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ വസിക്കുന്നത് ക്രിസ്തുവിന്റെ രാജ്യത്താ, സ്വർഗരാജ്യത്താ, വിടുതലിനകത്താ, സ്വാതന്ത്ര്യത്തിനകത്താ. ഹല്ലേലൂയ! ഇന്ന് വിളിച്ചു പറയണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ! ഇന്ന് വിളിച്ചു പറയണം, ഞാൻ രക്ഷപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ! ഇന്ന് വിളിച്ചു പറയണം, ഞാന് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നീതിയുടെ അവകാശിയാ. ഹല്ലേലൂയ! കർത്താവ് സഹായിക്കട്ടെ. ഇനി വേറൊരു പരിഹാരമില്ല. ഹെബ്രായരുടെ ലേഖനം 10:18 ആ വാക്യം ഒന്ന് വായിച്ചേ. ഹെബ്രായർ 10:18. എന്നാൽ പാപമോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കണ്ടോ? ഒന്നും കൂടെ ഒന്ന് മലയാളത്തിൽ ഒന്ന് വായിച്ചേ. എന്നാൽ പാപമോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും പാപമോചനം ഉള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി വേറൊരു യാഗവും ആവശ്യം ഇല്ല. ഹല്ലേലൂയ! ഇനി ഞാൻ വെള്ളം കോരി ഒഴിച്ചാൽ എൻ്റെ പാപം മാറത്തില്ല. ഇനി ഞാൻ മുട്ടയിലെഴിഞ്ഞാൽ എൻ്റെ പാപം മാറും. തല കൊണ്ട് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, അന്ന് അപ്പനും അപ്പൂപ്പനും ചെയ്തതൊന്ന് പൊട്ടി മാറട്ടെ, അതിനും വേണ്ട. ഹല്ലേലൂയ! കണ്ടോ? And when sins have been forgiven, there is no need to offer any more sacrifices. ക്രിസ്തുവിന്റെ യാഗത്തിനെ ചെറുതാക്കി കളയല്ലേ. ഹല്ലേ! ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയുകയാണ്, അയ്യോ നിങ്ങളുടെ അന്തരപ്പണ്ട് തിരിഞ്ഞിട്ട് പറയണം, നോ, ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ! നമ്മുടെ വിശ്വാസമാ നമ്മളെ ശക്തരാക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തിട്ട് എന്നും വിളിച്ചു പറയണം, ഞാനൊരു പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ! എൻ്റെ മേൽ ശാപമില്ല, എൻ്റെ മേൽ പാപമില്ല, എൻ്റെ മേൽ ബന്ധനമില്ല, എൻ്റെ മേൽ പാരമ്പര്യത്തിന്റെ കെട്ടുകളില്ല. ഞാൻ പാപമില്ല, എൻ്റെ മേൽ ബന്ധനമില്ല, എൻ്റെ മേൽ പാരമ്പര്യത്തിന്റെ കെട്ടുകളില്ല. ഞാൻ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാ. ഹല്ലേലൂയ! എന്നോട് കർത്താവ് ക്ഷമിച്ചു, ഞാൻ കർത്താവിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാ. ഞാൻ കർത്താവിന്റെ സൗജന്യമായുള്ള നീതി അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തി.